തൃശ്ശൂർ ജില്ലയിലെ മണലൂർ നിയോജകമണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ റിവ്യൂസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മണലൂർ നിയോജകമണ്ഡലത്തിലെ കാഞ്ഞാണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാഞ്ഞാണിയിലുണ്ടായ വികസനം എന്തൊക്കെയാണ്? ഒരു വികസനം ഉണ്ടായിട്ടില്ല. ഒരു വികസനം. ഈ റോഡ് തന്നെ നോക്ക്, എന്തോരം വണ്ടി ഇതാ. നിങ്ങൾ നിൽക്കണതല്ലേ ഇപ്പൊ ഹൈവേലിക്കൊക്കെ മണ്ണ് കൊണ്ടുള്ളതൊക്കെ ഇതിൽ തന്നെയാണ്. യാതൊരു രക്ഷയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റില്ല. പിന്നെ വേറെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ നാടിന് പുരോഗതി അത് ഇവിടെ ഉണ്ടായിട്ടില്ല. ട്രാഫിക് ബ്ലോക്ക് തന്നെയല്ല എല്ലാ കാര്യങ്ങളും. റോഡ് വീതി കൂട്ടാന്നുള്ളത് പറയുന്നത് സത്യം. റോഡ് വീതി കൂട്ടാന്ന് പറഞ്ഞാൽ വർഷം 20ആയി റോഡ് വീതി കൂട്ടി തുടങ്ങി. മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് പറയുന്നത്. അതിപ്പോ എന്ന് പറഞ്ഞാൽ 4 മണി മുതൽ ഒരു 8 മണി വരെ ട്രാഫിക് തന്നെയാണ് രാവിലെ. ഒരു ഭരണമാറ്റം ഉണ്ടായി, അതിനൊക്കെ മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കാം. അതായത് ഇപ്പൊ 10 കൊല്ലമായിട്ട് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദുരിതങ്ങൾ തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ദുരിതങ്ങൾ തന്നെയുള്ളൂ. അപ്പൊ ഇനിയൊരു ഭരണമാറ്റം അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ പെൻഷനുകൾ തീർത്ത് കൊടുത്തോണ്ട് മുഴുവനും പ്രശ്നം തീരില്ല. ഇല്ല, പെൻഷനുകൾ തീർത്ത് കൊടുത്തോണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ല. ഭരണമാറ്റം വന്നെങ്കിലേ ഇനി ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും.